നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിത ബുദ്ധിനാ. ചന്ദ്രവംശ രാജാക്കന്മാരുടെ ഭൂരിവംശ രാജാക്കന്മാരുടെ ക്രമം അനുസരിച്ചിട്ട് കിരീടാവകാശി യുധിഷ്ഠിരനാണ്. മൂത്തയാളിനാണ് കിരീടാവകാശം. യുധിഷ്ഠിരനാകട്ടെ സ്വഭാവ ഗുണം കൊണ്ട് എല്ലാം കൊണ്ടും അതിന് യോഗ്യനുമാണ്. അപ്പോ കിരീടം അദ്ദേഹത്തിന് പോകും, സിംഹാസനം അദ്ദേഹത്തിന് പോകും, അധികാരം അദ്ദേഹത്തിന് പോകും. നിനക്കത് സഹിക്കാനാവുന്നില്ല. നിനക്ക് യുവരാജ പദമുണ്ട്, അത് സസന്തോഷം യുധിഷ്ഠിരൻ തന്നെ നിന്നിൽ സമർപ്പിക്കും. അത് നിനക്ക് കരഗതമാണ്. എന്നിട്ടും അതിൽ തൃപ്തനാകാതെ നീ യുധിഷ്ഠിരൻ ഉൾപ്പെടെയുള്ള പാണ്ഡവന്മാരെ നശിപ്പിക്കാൻ ശ്രമിച്ചു. യുധിഷ്ഠിരനെ ഏതെങ്കിലും പ്രകാരത്തിൽ അപായപ്പെടുത്തണമെങ്കിൽ ഭീമാർജുനന്മാരെ ആദ്യമേ അപായപ്പെടുത്തണം, നകുല സഹദേവന്മാരെ അപായപ്പെടുത്തണം. അതില് ഏറ്റവും നീ ഭയന്നിരുന്നത് ഭീമനെയാണ്. അർജുനന്റെ മികവൊക്കെ, അസ്ത്രവിദ്യയിലുള്ള മികവൊക്കെ തെളിഞ്ഞു വരുന്നത് പിന്നീടാണ്. ഭീമൻ ബാല്യത്തിലെ തന്നെ തന്റെ മികവുകൾ, ശാരീരിക ബലത്തിന്റെ മികവുകൾ ഒക്കെ ആ കുട്ടിക്കളിയുടെ സന്ദർഭത്തിൽ തന്നെ നിനക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നീ കണക്കിന് ഭീമന്റെ കയ്യിൽ നിന്ന് അനുഭവിച്ചിട്ടുമുണ്ട്. അപ്പോ ചതിവിലൂടെയും വഞ്ചനയിലൂടെയും എന്തെല്ലാം പ്രകാരത്തിൽ പാണ്ഡവന്മാരെ 5 പേരെയും കൊല്ലാനായിട്ട്, അല്ലയോ ഭാരത, നീ ശ്രമിച്ചു. നിന്നോടൊപ്പം ഞാനും ഉണ്ടായിരുന്നല്ലോ. ഭാരത എന്ന് സംബോധന ചെയ്യുമ്പോഴേക്കും വലിയൊരു കുടുംബത്തിന്റെ പാരമ്പര്യത്തെയാണ് കർണൻ ഓർമ്മിപ്പിക്കുന്നത്. ആ പ്രവൃത്തികളൊന്നും അല്ലയോ ദുര്യോധന നിനക്ക് യോജിച്ചതായിരുന്നില്ല. ഞാനും അതിൽ കുറ്റക്കാരൻ തന്നെ എന്നർത്ഥം. നിനക്ക് യോജിച്ചതായിരുന്നില്ല. കാരണം പൂരുവിന്റെ വംശത്തിൽ പിറന്ന, ഭരതന്റെ വംശത്തിൽ പിറന്ന രാജകുമാരനാണ് നീ. പിന്നെ എന്തൊക്കെ ചെയ്തു? ദഗ്ധാ ജതുഗൃഹേ ചാപി ദ്യൂതേന ച പരാജിതാഹ. ജതുഗ്രഹത്തിലിട്ട്, അരക്കില്ലതിലിട്ട് തീ വെച്ച് കൊല്ലാൻ ശ്രമിച്ചു. നമ്മളെല്ലാം കൂടെ ഒരുമിച്ചാണല്ലോ ചെയ്തത്. അത് കഴിഞ്ഞിട്ടോ പാണ്ഡവന്മാര് തിരിച്ചു വന്നു, രക്ഷപ്പെട്ടു വന്നു. അവർക്ക് പകുതി രാജ്യം കൊടുക്കേണ്ടി വന്നു. അവർ ഈ ഖാണ്ഡവപ്രസ്ഥത്തിൽ ഇന്ദ്രപ്രസ്ഥം ഉണ്ടാക്കി. അതിനെ ദേവലോകത്തെക്കാളും അത്ഭുതകരമായ നഗരിയാക്കി മാറ്റി. അവിടെ ദേവലോകത്ത് പോലും ലഭ്യമല്ലാത്തതായ മായക്കാഴ്ചകളുള്ള ദിവ്യമായ മണ്ഡപം അവർക്ക് വേണ്ടിയിട്ട് അസുരശില്പിയായ മയൻ പണിതു നൽകി. ഇതൊക്കെ ഉണ്ടായി. അപ്പോ നീ എന്തു ചെയ്തു? നീയും ഞാനും ശകുനിയും അതേപോലെ തന്നെ ദുശാസനും എല്ലാവരും കൂടി ചേർന്നിട്ട് ചൂത് കളിക്കാനുള്ള അവസരം ഉണ്ടാക്കി. കള്ളച്ചൂതില് അവരെ പരാജയപ്പെടുത്തി, എല്ലാം പിടിച്ചു പറിച്ചു, അപമാനിച്ച് കാട്ടിലേക്ക് പറഞ്ഞയച്ചു. രാജനീതിം വ്യപാശ്രിത്യ പ്രഹിതാശ്ചൈവ കാനനം. രാജനീതിയുടെയൊക്കെ പേര് പറഞ്ഞ് അവരെ കാട്ടിലേക്ക് ചതിവിൽ പറഞ്ഞയച്ചു. ഇതൊന്നും നേരായ വഴിയിലായിരുന്നില്ല, ചതിവിലൂടെ. അതാണ് നികൃത്യ വഞ്ചിതാഹ പാർത്ഥ എന്നിങ്ങനെ കൃത്യമായി പറഞ്ഞു. ചെയ്തതെല്ലാം വഞ്ചനയാണ്. അവരുടെ സ്ഥാനത്ത്, പാണ്ഡവന്മാരുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ആദ്യമേ തന്നെ, കൊച്ചിലേ തന്നെ അവരെല്ലാം കാലഹരണപ്പെട്ടു പോയേനെ. പക്ഷേ യത്നേന ചകൃതം തത്തത് ദൈവേന വിനിപാതിതം. വളരെ ശ്രദ്ധിച്ച് കണക്കുകൂട്ടിയിട്ട് കൃത്യമായി നടപ്പിലാക്കിയ പദ്ധതികളാണ് ഇതെല്ലാം.
പക്ഷേ ദൈവം എന്ത് ചെയ്തു? അതിനെയെല്ലാം തോൽപ്പിച്ചു വിട്ടു. ആ പദ്ധതികളെല്ലാം പരാജയപ്പെട്ടു. ഒന്നുകൊണ്ടും അവരെ തകർക്കാനായില്ല. ഒരു പോറലേൽപ്പിക്കാൻ പോലും ആയില്ല. എന്ന് മാത്രമല്ല, അവര് കൂടുതൽ കൂടുതൽ കരുത്തന്മാരായിട്ട്, കൂടുതൽ കൂടുതൽ ധൈര്യമുള്ളവരായിട്ട്, കൂടുതൽ കൂടുതൽ ബന്ധുജനങ്ങളെ നേടിയവരായിട്ട്, സഹായികൾ ഏറെയുള്ളവരായിട്ട് ഇവിടേക്ക്, ഈ ഹസ്തിനാപുരത്തേക്ക് അവർ മടങ്ങി വന്നു. ഇപ്പോഴിതാ അങ്ങനെ തന്നെ മടങ്ങി വന്നിരിക്കുന്നു. കാട്ടില് വസിച്ചതുകൊണ്ട് അവർക്ക് നേട്ടങ്ങളല്ലേ ഉണ്ടായത്? അർജുനൻ പാശുപതം നേടിയില്ലേ? അർജുനൻ ദേവലോകത്ത് പോയി ഇന്ദ്രന്റെ കയ്യിൽ നിന്ന് അനേകം ആയുധങ്ങൾ നേടിയില്ലേ? ആ ദേവലോകത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും അർജുനൻ കൈവരിച്ചില്ലേ? അത് മുഴുവൻ പാണ്ഡവന്മാരുടെ കൂടെയില്ലേ? ഈ ഗാണ്ഡീവം എവിടെ നിന്ന് കിട്ടി? ശരം ഒടുങ്ങാത്തതായ ആവനാഴി എവിടെ നിന്ന് കിട്ടി? ഭീമന്റെ ബലം എവിടെ നിന്ന് കിട്ടി? ഭീമന് വിഷം കൊടുത്ത് കയറ് വരിഞ്ഞ് മുറുക്കി അങ്ങനെ കയത്തിലേക്ക് തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചപ്പോഴാണ് ഭീമൻ അങ്ങ് നാഗലോകത്തെത്തിയതും. നാഗരാജാവിന്റെ അനുഗ്രഹത്താൽ 10,000 ആനകളുടെ ബലത്തോടു കൂടിയവനായിട്ട് മടങ്ങി വന്നതും എല്ലാം കൊണ്ടും നാം അവരോട് ചെയ്ത അതിക്രമങ്ങളെല്ലാം അവർക്ക് അനുഗ്രഹകാരിയായിട്ടല്ലേ മാറിയത്? എന്താ കാരണം? ദൈവമാണ് അതിന് കാരണം. ദൈവേന വിനിപാതിതം. ദൈവമാണ് നമ്മുടെ പദ്ധതികളെ മുഴുവൻ തകർത്തു കളഞ്ഞത്. അങ്ങനെ അവരെല്ലാവരും രക്ഷപ്പെട്ടു. എന്തുകൊണ്ട് തുടർച്ചയായിട്ട് ദുര്യോധനൻ ഇങ്ങനെ ഈ പ്രകാരത്തിലുള്ള വളരെയേറെ രാക്ഷസീയമെന്ന് പോലും പറഞ്ഞാൽ പോരാ, അതിനും അപ്പുറത്തൊരു വാക്ക് കണ്ടുപിടിക്കണം. അങ്ങനെയുള്ള പ്രവൃത്തി ചെയ്തു. ഗീതയുടെ 2-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായി അതിന്റെ കാരണം, അതിന്റെ മനഃശാസ്ത്രം ഭഗവാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. ധ്യായതോ വിഷയാൻ പുംസഃ സംഗസ്തേഷൂപജായതേ. ഒരു മനുഷ്യൻ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ, അതാണല്ലോ വിഷയങ്ങൾ എന്ന് പറയുന്നത്, ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണുകയും കേൾക്കുകയും അങ്ങനെ അനുഭവിക്കുകയൊക്കെ ചെയ്യാൻ കഴിയുന്ന ഭൗതിക വസ്തുക്കളുടെ ആ സാഹചര്യങ്ങൾ, അതിൽ പലതിലും താല്പര്യമുള്ളവനായിട്ട് അതിനെ തന്നെ ചിന്തിച്ചിരുന്നാലോ, കണ്ണുകളെ സന്തോഷിപ്പിക്കുന്ന വസ്തുക്കളിൽ, കാതുകളെ സന്തോഷിപ്പിക്കുന്ന വസ്തുക്കളിൽ, നാവിനെയും മൂക്കിനെയൊക്കെ സന്തോഷിപ്പിക്കുന്ന വസ്തുക്കളിൽ ആസക്തനായിട്ട് അതിനെ തന്നെ ചിന്തിച്ചിരുന്നു കഴിഞ്ഞാലോ, പിന്നെ സംഭവിക്കുന്നത് അതില് സംഘമുണ്ടായിത്തീരും. അതാണ് തേഷു സംഘ ഉപജായതേ. ഏത് വസ്തുവിനെ കുറിച്ചാണോ നിരന്തരം മോഹത്തോടുകൂടി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതില് സംഘമുണ്ടാകും. മനസ്സതിൽ നിന്ന് വേർപെടില്ല, അതുമായിട്ട് ഒട്ടി നിൽക്കും. എപ്പോഴും എവിടെ നിന്നാലും എന്ത് ചെയ്യേണ്ട കാര്യം വന്നാലും ഈ ചിന്ത ഇങ്ങനെ മനസ്സിനകത്ത് നിന്നിട്ട് മാറാതെ നിൽക്കും. അങ്ങനെ ആ ആഗ്രഹം മനസ്സിൽ മാറാതെ നിന്നാലോ സംഘാത് സഞ്ജായതേ കാമഃ. ഈ രീതിയിലുള്ള സംഘം കൊണ്ട് മനസ്സിന് ഭൗതിക സുഖങ്ങളോടുള്ള ഒട്ടലുകൊണ്ട് അതിൽ ഒട്ടി നിൽക്കുന്നു, ആ ആഗ്രഹങ്ങൾ ഒട്ടി നിൽക്കുന്നു. കാമമുണ്ടാകും, ദൃഢമായ ആഗ്രഹം. അത് കൂടിയേ പറ്റൂ, അതില്ലെങ്കിൽ പറ്റില്ല. അതില്ലെങ്കിൽ തന്റെ ജീവിതം ആകെ ഭാഗ്യശൂന്യം, നിരർദ്ധകം എന്നൊക്കെ കരുതിയിട്ട് അങ്ങേയറ്റം അതിന് അടിമപ്പെടുന്ന അവസ്ഥ. അതാണ് സംഘത്തിൽ നിന്നുണ്ടാകുന്നതായ കാമം. അപ്പോ ഏത് പ്രകാരത്തിലും അതിനെ നേടാൻ ശ്രമിക്കും. ദുര്യോധനൻ അതാണ് ചെയ്തുകൊണ്ടിരുന്നത്. സിംഹാസനത്തിൽ അതിയായ മോഹം, ഹസ്തിനാപുരത്തിലെ ചക്രവർത്തി പദത്തിൽ അതിയായ മോഹം, താൻ, തനിക്ക് ശേഷം തന്റെ മക്കൾ, അങ്ങനെ പരമ്പരയായിട്ട് ഈ സിംഹാസനത്തെയും കിരീടത്തെയും ചെങ്കോലിനെയും ധരിക്കണം. ഇതാണ് ആഗ്രഹം. അങ്ങനെ ആഗ്രഹിച്ചു കഴിഞ്ഞപ്പോ, ഈ സിംഹാസനത്തെ തന്നെ ചിന്തിച്ചിരുന്നപ്പോ അത് മനസ്സിൽ നിന്നിട്ട് ഒരിക്കലും മായാത്ത ഒരു വലിയ
മാറ്റമില്ലാത്തതായ കാമമായിട്ട് മാറി. സംഘമായി, കാമമായി. അതുകൂടാതെ ഈ സിംഹാസനം കൂടാതെ തനിക്ക് പറ്റില്ല, ഈ അധികാരം കൂടാതെ തനിക്ക് പറ്റില്ല. അതിനെ വിട്ട് ഒരു നിമിഷം പോലും ഈ ഭൂമിയിൽ ജീവിച്ചാൽ ശരിയാവില്ല. ഇങ്ങനെ അതിനടിപ്പെട്ടു പോയി ദുര്യോധനൻ. ആഗ്രഹത്തിന്, കാമത്തിന്, ഉൾക്കടമായ ആഗ്രഹത്തിനാണ് കാമം എന്ന് പറയുക. അതിന് പല പ്രകാരത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകാം. അത് പല വ്യക്തികളിൽ നിന്നുണ്ടാകാം, പല സമൂഹങ്ങളിൽ നിന്നുണ്ടാകാം, പല സാഹചര്യങ്ങളിൽ നിന്നുണ്ടാകാം, പല കരുത്തന്മാരായിട്ടുള്ള മറ്റ് മനുഷ്യരിൽ നിന്നിട്ടുണ്ടാകാം, രാജ്യങ്ങളിൽ നിന്നിട്ടുണ്ടാകാം, പല രാജ്യങ്ങളിൽ നിന്നിട്ട് പ്രകൃതിയിൽ നിന്നുണ്ടാകാം. ഇങ്ങനെ തടസ്സം, ആഗ്രഹത്തിന്, കാമത്തിന് തടസ്സം പല വഴിയിൽ നിന്ന് ഉണ്ടാകാം, പല പ്രകാരത്തിലുണ്ടാകാം. അപ്പോ എന്ത് സംഭവിക്കും? ആഗ്രഹത്തിന് തടസ്സം വന്നു കഴിഞ്ഞാൽ ആരാണോ അല്ലെങ്കിൽ ഏത് സാഹചര്യമാണോ തടസ്സം ഉണ്ടാക്കുന്നത് അതിനോട് ക്രോധമാകും. കാമത്തിൽ നിന്നിട്ടാണ് ക്രോധം ഉണ്ടാവണേ.